യേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങും തൻ തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങും തൻ തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. ലോർഡ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം തിരുവചനം നമുക്കൊന്ന് വായിച്ച് ധ്യാനിക്കാം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് തിരുഹൃദയത്തിന്റെ തിരുനാളാണ്. എല്ലാവർക്കും തിരുഹൃദയത്തിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു. അപ്പൊ നമ്മൾ തിരുഹൃദയത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ തിരുഹൃദയത്തിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ പലപ്പോഴും എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി തീർക്കണമേ എന്ന്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അപ്പൊ നമ്മൾ ദിവസവും തിരുഹൃദയത്തിനോട് പ്രാർത്ഥിക്കുന്നതും ഇത് തന്നെയാണ്, എന്റെ ഹൃദയം അങ്ങേ തിരുഹൃദയം പോലെ ആക്കണമേ എന്നുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പറയും, എന്റെ ഹൃദയത്തിലേക്ക് ഒന്നും കയറുന്നില്ല, എനിക്കിപ്പോ എത്ര പഠിച്ചിട്ടും എന്റെ ഹൃദയത്തിലേക്ക് ഒന്നും കയറുന്നില്ല. നമ്മളിതൊന്ന് ചിന്തിച്ചു നോക്കണം, എന്തുകൊണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പലപ്പോഴും നമ്മൾ ഒത്തിരിയേറെ വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ എന്റെ ഹൃദയത്തിൽ ഒരു വചനം പോലും ഇരിക്കുന്നില്ല. എന്തുകൊണ്ടാണിത്? ഒന്നും ഹൃദയത്തിൽ ഇരിക്കുന്നില്ല. അതിന്റെ കാരണം നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യണം. എന്തുകൊണ്ടായിരിക്കുമെന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കാം. അതിന്റെ കാരണം എന്താ? ഇവിടെ യേശു പറയുന്നുണ്ട്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും ആകിയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ, എന്റെ മുഖം വഹിക്കാൻ എളുപ്പമാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ഇന്ന് പലപ്പോഴും നമുക്ക് ആശ്വാസമില്ല, ഒരു കാര്യത്തിനും ആശ്വാസമില്ല. നമ്മൾ എന്തിനും വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് കാര്യത്തിനും എന്തെടുത്തു കഴിഞ്ഞാലും വേവലാതിയാണ്, അല്ലെങ്കിൽ ഉത്കണ്ഠകളാണ്. പക്ഷെ ഇവിടെ യേശു പറയുന്നുണ്ട്, ഞാൻ ശാന്തശീലനാണ്. അതുപോലെ നമുക്കറിയാം, സങ്കീർത്തനം പറയുന്നത്, ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക എന്നൊക്കെ പറയുന്നു. അപ്പൊ നമുക്ക് ശാന്തതയില്ല. നമ്മുടെ ഹൃദയത്തിൽ ഒന്നും കയറാതെ കൊണ്ട്, അല്ലെങ്കിൽ ഒന്നും ഇരിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ശാന്തതയില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ വിനീതമില്ലാത്ത ഒരു ഹൃദയമാണ്. എന്റെ ഹൃദയം, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് നോക്കണം. എന്റെ ഹൃദയത്തിൽ വിനയപ്പെടാൻ എനിക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എളിമപ്പെടാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? വിനീതമായതാണോ എന്റെ ഹൃദയം എന്നുള്ളത്? ഈ വിനീതമായ ഹൃദയത്തിൽ മാത്രമേ എന്തെങ്കിലും സംഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. വചനമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളായിട്ട്. നേരെ മറിച്ച് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് എന്ന് നമുക്ക് പൊതുവെ പറയാൻ സാധിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. എന്നാലും അന്ന് നിങ്ങൾ പറഞ്ഞത് ആ വചനം, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും ഓർമ്മയിലിരിക്കുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വചനമായിക്കോട്ടെ, ഇതൊന്നും എന്റെ ഹൃദയത്തിൽ സംഭരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. മറ്റെല്ലാ കാര്യങ്ങളും എനിക്ക് ഹൃദയത്തിൽ സംഭരിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും
ഹൃദയത്തെ സംഗ്രഹിക്കാൻ സാധിക്കത്തില്ല. അത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം, അല്ലെങ്കിൽ ആത്മശോധന ചെയ്തു നോക്കണം. എനിക്ക് എവിടെയാണ് കുറവ്? എനിക്ക് ഈ എളിമപ്പെടാൻ സാധിക്കുന്നുണ്ടോ? നമുക്കറിയാം, പ്രഭാഷകന്റെ പുസ്തകം 18:21 പറയുന്നുണ്ട്, വീഴും മുമ്പ് വിനീതനാവുക, പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. അപ്പൊ നമ്മളൊരു വീഴ്ച ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ വിനീതനാകണം. അതുപോലെ തന്നെ പ്രഭാഷകൻ 3:18 പറയുന്നുണ്ട്, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക എന്ന്. അപ്പൊ ആ എളിമയുടെ തലത്തിലേക്ക് നമ്മൾ വരാൻ സാധിക്കുന്നില്ല നമുക്ക് ഓരോരുത്തർക്കും. ആ എളിമയുടെ തലത്തിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയം, നമ്മുടെ ഉത്കണ്ഠകൾ മാറുകയുള്ളൂ. അതുപോലെ നമ്മുടെ ഹൃദയം നമുക്ക് നിർമ്മലമാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ശുദ്ധമായ ഹൃദയം, എളിമയുള്ള ഹൃദയം നമുക്കുണ്ടാകാൻ സാധിക്കുള്ളൂ. ഹൃദയത്തിൽ ശാന്തത ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ഇവിടെ വീണ്ടും പറയുന്നുണ്ട്, പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. പലപ്പോഴും നമ്മൾ പിന്തിരിയുന്ന എപ്പോഴാണ്? പാപം ചെയ്തതിന് ശേഷമാണ്. അത് എന്തുകൊണ്ടായിരിക്കും അത്? അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആകുലതയാണ്. അതിന് എതിർത്തായിട്ട് നമുക്കിങ്ങനെ ഒന്ന് ചെയ്തേ നമുക്ക് ഒരു ആശ്വാസം കിട്ടുന്നു. അവിടെയാണ് നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നത്. എന്നാൽ എളിമപ്പെട്ടുകൊണ്ട് വിനീത ഹൃദയത്തോടു കൂടി ഇരിക്കുമ്പോൾ, ശാന്തമായിട്ടിരിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്, എന്റെ അടുക്കിലേക്ക് വരിക എന്നുണ്ട്, എന്നിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് നേരെ മറിച്ച് നമ്മൾ പലപ്പോഴും എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഉടനെ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസർ കൊടുക്കണം, അല്ലെങ്കിൽ അതിന് ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്ത്രപ്പെടുകയാണ്. അപ്പൊ നമ്മുടെ ആശ്വാസം നഷ്ടപ്പെടുന്നു അവിടെ. അപ്പൊ എന്റെ ഹൃദയത്തിന്റെ, അല്ലെങ്കിൽ എനിക്ക് വിനീതനാകാൻ, അല്ലെങ്കിൽ എനിക്ക് എളിമപ്പെടാൻ സാധിക്കുന്നില്ല അവിടെ. അവൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 പറയണം, അവൻ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് 2 ചെയ്യണം അവനോട്. എങ്ങനെയെങ്കിലും അവനെ തകർക്കാനുള്ള ആ ഒരു ദുഷ്ടചിന്തയാണ് എന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ എന്റെ ഹൃദയം ദുഷ്ടമായിട്ടിരിക്കുകയാണ്, ദുഷ്ടഹൃദയമാണ്, എന്റെ കഠിന ഹൃദയമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ നേരെ മറിച്ച് ഹൃദയശാന്തതയും എളിമയുള്ള ഒരു വ്യക്തിയായിട്ട്, ആ യേശുവിനെ പോലെ, യേശുവിന്റെ ഹൃദയം പോലെ എന്റെ ഹൃദയം ആക്കണമേ നമ്മൾ അനുദിനം പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ പോലും നമുക്കത് ലഭിക്കുന്നില്ല. എന്തുകൊണ്ട് അതിന് സാധിക്കുന്നില്ല? അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പാപം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രഭാഷകനോട് പറയുകയാണ്, പാപം ചെയ്യുന്നതിന് മുമ്പ് നീ പിന്തിരിയണമെന്ന്. അപ്പൊ ഈ പാപം ചെയ്യുന്നത് എപ്പോഴാണ്? എന്റെ ഹൃദയത്തിൽ ഈ ദുഷ്ടത ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പാപം ചെയ്യുന്നത്. നേരെ മറിച്ച് ഞാൻ വിനീതനാകുകയാണ് എങ്കിൽ, വീഴും മുമ്പ് വിനീതനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എളിമയുടെ തലത്തിലേക്ക് ഞാനൊന്ന് തിരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പാപത്തിൽ നിന്ന് പിന്തിരിയാൻ സാധിക്കും. ഒരു വ്യക്തി എനിക്ക് എതിരായിട്ട് പറയുന്നു, അല്ലെങ്കിൽ എന്നെ ദുഷിച്ചു പറയുന്നു. പക്ഷെ ഞാനൊന്ന് ചിന്തിച്ചാൽ മതി, അവ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ, ഞാൻ എന്തിനാ അതിലേക്ക് ഇടപെടുന്നു? എന്റെ ശരീരത്തിലേക്ക് ഒന്നും കേൾക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ അതിന് എതിർത്ത് സംസാരിക്കണം? അല്ലെങ്കിൽ ഞാൻ എന്റെ ഹൃദയം എന്തിന് കഠിനമാക്കിക്കൊണ്ട് ദേഷ്യപ്പെടണം? പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നു, നമ്മൾ എതിർക്കുന്നു. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അയ്യോ അത് വേണ്ടായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്, നീ പാപം ചെയ്യുന്നതിന് മുമ്പേ പിന്തിരിയാണ് ഇരിക്കുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും പിന്തിരിയുന്നത് പാപം ചെയ്തതിന് ശേഷം ഒരു പശ്ചാത്താപത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, ഈ പാപം ചെയ്യുന്നതിന് മുമ്പേ. പക്ഷെ അതിന്റെ കാരണമാണ് നമ്മുടെ ഹൃദയം ശാന്തമല്ല, അല്ലെങ്കിൽ വിനീതപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല, എളിമയുടെ തലത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാം, സങ്കീർത്തനം 25:9 പറയുന്നുണ്ട്, എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു, വിനീതരെ തന്റെ വഴി പഠിപ്പിക്കുന്നു. അപ്പൊ ഇന്ന് യേശുവിന്റെ വഴി, അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴി നമ്മളെ പഠിപ്പിക്കാത്ത, അല്ലെങ്കിൽ ആ വഴിയിലൂടെ നമുക്ക് പോകാൻ സാധിക്കാതിരിക്കുന്ന നമുക്ക് ഈ എളിമയില്ലാത്തതുകൊണ്ടാണ്. വിനീതരെയാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്. എളിയവരെ നീർമാർഗത്തിൽ നയിക്കുന്നു. ഈ എളിമയും വിനീതവും അല്ലാത്ത പ്രവൃത്തി നമ്മുടെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് നീതിയുടെ മാർഗത്തിലൂടെ നമുക്ക് നയിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ നല്ല വഴിയിലൂടെ നടക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം. സങ്കീർത്തനം 51:10 പറയുന്ന പോലെ, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നാവ് ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ എന്നുണ്ട്. ഇതായിരിക്കും നമ്മുടെ അനുദിന പ്രാർത്ഥനകൾ. അതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ ഹൃദയത്തിന്റെ പ്രാർത്ഥന നമ്മൾ പറയുന്നുണ്ട്, ഹൃദയശാന്ത എളിമയുള്ള ഈശോയെ എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്താകണമെന്ന്. അപ്പൊ ഈ പ്രാർത്ഥന നമുക്ക് അനുദിനം പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കുറച്ചുകൂടെ മനസ്സ് വെക്കേണ്ടിയിരിക്കുന്നു. പാപം ചെയ്യുന്നതിന് മുമ്പ് പിന്തിരിയാൻ വേണ്ടിയിട്ട്, എളിമപ്പെടാൻ വേണ്ടിയിട്ട്. എവിടെയാണ് എന്റെ തെറ്റുകൾ, എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിപ്പോകുന്നതെന്ന് ഓരോരുത്തരും ആത്മശോധന ചെയ്യണം. അത് എന്താണ് ഈ വരിയിലേക്ക് എന്റെ ഹൃദയം നിർമ്മലമാക്കാൻ എനിക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് ഒരു വചനം പോലും എന്റെ ഹൃദയത്തിൽ ഇരിക്കാത്തതിന്റെ കാരണം? എന്നാൽ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും എന്റെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അത് എപ്പോ വേണമെങ്കിലും പൊട്ടി പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഒരു വചനം എന്റെ ഹൃദയത്തിൽ ആഴത്തിൽ വേരുന്നില്ല, അത് എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നില്ല എങ്കിൽ
അത് എന്തുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ആത്മശോധന? അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഏത് തലത്തിലാണ്, എവിടെയാണ് എന്റെ കുറവെന്നുള്ളത് ഓരോരുത്തരും ആത്മശോധന ചെയ്ത് കണ്ടുപിടിക്കാം. നമുക്ക് അതിനുള്ള വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിലും നമുക്ക് പ്രാർത്ഥിക്കാം, നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ എന്നുള്ളത്. ആ നിർമ്മലമായ ഹൃദയത്തിൽ മാത്രമേ വചനം ഇരിക്കുകയുള്ളൂ. പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ് നിങ്ങളെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ആലയമാണെങ്കിലും ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും ആ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണോ ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്? അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് എളിമപ്പെടാൻ സാധിക്കുന്നില്ല. ഒന്നാമത്തെ കാരണം എളിമപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ആ എളിമയുടെ തലത്തിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നമുക്ക് ആത്മാർത്ഥമാർന്ന് പ്രാർത്ഥിക്കാം, നിർമ്മലമായ ഹൃദയം തരണമേ. ആ യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ആ യേശുവിന്റെ ആ ഹൃദയം പോലെ നിർമ്മല ഹൃദയശാന്തയും എളിമയുള്ള ഈശോയെ എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തമാക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.